സീറോ മലബാർ സഭ പ്രഖ്യാപിച്ചിട്ടുള്ള സമുദായ ശാക്തീകരണ വർഷം 2026 ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാവത്തിൽ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയുടെയും സമൂഹത്തിന്റെയും നന്മകളെക്കുറിച്ച് ചിന്തിക്കാൻ സമുദായ ശാക്തീകരണ വർഷത്തിലൂടെ സാധിക്കണമെന്നും ഈ നീക്കം മറ്റാർക്കും എതിരല്ലെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമുദായം നൽകിയ സംഭാവനകളെ അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസം നൽകാൻ സമുദായം തയ്യാറായതിനാലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കിട്ടിയതെന്നും എയ്ഡഡ് സ്കൂളുകൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം പിന്നോട്ടു പോകുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിനോട് സമുദായം ആവശ്യപ്പെടുന്നത് സമത്വം മാത്രമാണെന്ന് മാർ തോമസ് തറയിൽ വ്യക്തമാക്കി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്തതിനെ അദ്ദേഹം വിമർശിച്ചു. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസ്റ്റന്നൂർ ആന്റണി എത്തൈക്കാട് ആമുഖ പ്രഭാഷണവും സമുദായ ശാക്തീകരണ വർഷാചരണ കോർഡിനേറ്റർ റവറൻഡ് ഡോക്ടർ സാവിയോ മാനാട്ട് പതാക ഉയർത്തലും നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ, കുറുമ്പനാട ഫൊറോന പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ചെറിയൻ കറങ്കപ്പറമ്പിൽ, അതിരൂപത PRO അഡ്വക്കേറ്റ് ജോജി ചിറയിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ രേഖ മാത്യൂസ്, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ, സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത സെക്രട്ടറി ബിനു ഡൊമിനിക്, ഫാദർ ജേക്കബ് കാട്ടടി തുടങ്ങിയവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ചടങ്ങിൽ സമുദായ ശാക്തീകരണ പ്രതിജ്ഞ ചൊല്ലുകയും സമുദായത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെയും ജനപ്രതിനിധികളെയും ആദരിക്കുകയും ചെയ്തു.